നമസ്കാരം. ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. മലവെള്ളപ്പാച്ചിൽ ദുരന്തഭൂമിയാക്കിയ വയനാടിനെ അതിജീവനത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചെത്തിക്കാൻ 4-ാം ദിവസവും കടുത്ത പരിശ്രമത്തിലാണ് സൈന്യവും ദുരന്ത നിവാരണ സേനയും നടത്തുന്നത്. പരമാവധി പേരെ രക്ഷപ്പെടുത്തുവാനുള്ള തീവ്രമായ പരിശ്രമങ്ങൾ തുടരുകയാണ്. ഇതിനിടെ 4 പേരെ ജീവനോടെ കണ്ടെത്താനായതിൻ്റെ ആശ്വാസത്തിലാണ് സംസ്ഥാനം. ബെയിലിപ്പാലം സൈന്യം യാഥാർത്ഥ്യമാക്കിയതോടെ നദിക്ക് അക്കരയും ഇക്കരയുമുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനാവുന്നതും രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുവാനും കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനും സാധിച്ചതും വലിയ പ്രതീക്ഷകളെയാണ് നൽകുന്നത്. ഉരുൾപൊട്ടലിൻ്റെ വേദനയിലും ദുരിതത്തിലും കഴിയുന്നവരെ പരമാവധി സഹായിക്കുവാനായി എല്ലാം മറന്നുള്ള സഹായങ്ങളാണ് വിവിധ സന്നദ്ധ സംഘടനകളിൽ നിന്നും ലഭ്യമാകുന്നത്. പാച്ചല്ലൂർ എൻ്റെ നാട് ചാരിറ്റിയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കായി ധാന്യങ്ങളും വെള്ളവും വസ്ത്രങ്ങളും ഉൾപ്പെടെ വിവിധ സാധനങ്ങൾ MLA VK പ്രശാന്തിൻ്റെ സാന്നിധ്യത്തിൽ കളക്ട്രേറ്റിൽ എത്തിച്ചു. സംഘടനയുടെ ഭാരവാഹികളായ ഷംനാഥ്, മുനീർ പനമൂട്ടിൽ, ഫൈസൽ അഞ്ചാങ്കൽ എന്നിവർ പങ്കെടുത്തു. ദുരിതബാധിതരെ ഒരു കൈ സഹായിക്കാൻ കേരള സംസ്ഥാന മൊബൈൽ ഫോൺ വ്യാപാരി സമിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി 300ഓളം മൊബൈൽ ഫോണുകളാണ് സംഭാവനയായി നൽകുന്നത്. ഇതിനായി സമിതി ജില്ലാ കമ്മിറ്റി അംഗം മൊബൈൽ സമിതി രക്ഷാധികാരിയുമായ ഡോക്ടർ A. അനൂപ് വ്യാപാരികളിൽ നിന്നും മൊബൈൽ ഫോൺ സ്വീകരിച്ചു. സമിതി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി G. തമീം, ജില്ലാ പ്രസിഡന്റ് P. S. സലീം, ജില്ലാ ട്രഷറർ രാജ്മോഹൻ എന്നിവർ പങ്കെടുത്തു. CMB തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്കായി ആദരാഞ്ജലികൾ അർപ്പിച്ചു. CMB ജനറൽ സെക്രട്ടറി CP ജോൺ, പാളയം ഇമാം ഡോക്ടർ ഷുഹൈബ് മൗലവി, CMB ജില്ലാ സെക്രട്ടറി MR മനോജ്, ചരിത്രകാരൻ MG ശശിഭൂഷൺ, CMB സംസ്ഥാന സെക്രട്ടറി MB സാജു, കാർട്ടൂണിസ്റ്റ് S. സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു.